ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലവ്ലി സിസ്റ്റേഴ്സ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഹൗ ടു മേക്ക് സ്കൂഷി. ഓക്കെ, അപ്പൊ നമുക്ക് സ്കൂഷി ഉണ്ടാക്കാം. റയൻ അവിടെ നിന്നിട്ടൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്കൂഷി ഉണ്ടാക്കാം. അതിനായിട്ട് ഞങ്ങൾ വലിയ നിങ്ങൾക്ക് ഇത് കണ്ടു വിചാരിക്കുന്നത് കണ്ട. അപ്പൊ ഇനി നമ്മള് സ്കൂഷി ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമ്മള് സ്പോഞ്ച് എന്തൊക്കെയോ വേണ്ടിന്നറിയോ? സ്പോഞ്ച്, ടാബ്, സ്കെച്ച്, പിന്നെ കത്രിക, പിന്നെ പെൻസിൽ റബ്ബർ നമുക്ക് വരയ്ക്കാനാണ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ലാസ്റ്റ് നിങ്ങൾ ആര് ചെയ്യുന്നതാണ് നന്നായിട്ടുള്ളത് കമന്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഞാൻ വരയ്ക്കുന്നത് സ്റ്റുഡ് ഗെയിമിന്റെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ലേവക്കാണോ? അവളെ അവക്കാണ്. അപ്പൊ നമുക്ക് വരച്ചിട്ട് പിക്ചർ കാണാം. ഞങ്ങള് സ്കെച്ചൊക്കെ ചെയ്തു. ഞാൻ ആദ്യം അവക്കാഡോ ആണ്. ഞാൻ സ്റ്റുഡ് ഗെയിം മാറ്റി ഡോണറ്റ് വരച്ചു. അത് വരയ്ക്കുമ്പോ രസമില്ല. അപ്പൊ ഞാൻ ഡോണറ്റ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കളർ. അപ്പൊ എന്റെ ഏത് കളർ വേണ്ടി വെച്ചാൽ കളറിന്റെ പേരൊന്നും അറിയില്ല. ഈ സാൻഡിൽ പോലത്തെ കളറും, ലൈറ്റ് പിങ്ക്, ലൈറ്റ് ബ്ലൂ, പിന്നെ ലൈറ്റ് യെല്ലോ, ഡാർക്ക് ലൈറ്റ് പർപ്പിൾ. എന്റെ ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ഗ്രീന്, ലൈറ്റ് ഗ്രീന്, ഒരു യെല്ലോ പോലത്തെ ഗ്രീനാണ്. പക്ഷെ യെല്ലോ അതൊക്കെ മതി. പിന്നെ ബ്ലാക്ക് മെയിൻ ആണ്. അത് പിന്നെ ബോർഡർ കൊടുക്കാൻ വേണ്ടി കാണാം. അപ്പൊ ഞങ്ങള് കളർ കൊടുത്തതിന് കാണാം. പറഞ്ഞാലും അറിയില്ല. ഇന്ന് കളർ കൊടുക്കുക. അമ്മേന്റെ ഫോണൊക്കെ നോക്കി അങ്ങനെ സംസാരിച്ചിരിക്കുന്നോട് ഇവിടെ രണ്ട് കഴുതകളെ ഇത് കളർ ഉണ്ട് ഗൈസ്. അത് തീയ കഴുത. കഥയൊക്കെ ഞങ്ങളെ പറഞ്ഞിരുന്നു. അതാണ് അവന്റെ ഉമ്മച്ചി എനിക്ക് ടാബ് വാങ്ങിച്ചു വെച്ചു. അതാണ് ബോറടിക്കുന്നത് വേറെ. പിന്നെ ഞങ്ങളുടെ വഴിയില്ലാത്തോണ്ട് നോക്കി നിക്കണേ. വെറും പോസ്റ്റ്. ഞാൻ പോകാം. കളർ ചെയ്തിട്ട് ബോർഡർ വരയ്ക്കും. കളർ ചെയ്തേനു. എന്റെ ഇതാ കളർ ചെയ്തേനു. ഇനി ഞാനിത് വെട്ടണം. അതാ അവളെ വെയിറ്റ് ചെയ്ത് നിക്കണ്. അവള് സ്ലോ മോഷനിൽ കളർ ചെയ്ത് ചെയ്യുള്ളൂ. അല്ലാണ്ട് കൈസായിട്ട് കഴിഞ്ഞുട്ടാ. ഇവര് ഓരോന്ന് പറഞ്ഞു തന്നെ ദേഷ്യം. ഞാൻ വേഗം ചടപടാൻ എന്റെ കഴിഞ്ഞു. ഇവളില്ലേ ഓരോ കഥയും പറഞ്ഞ അങ്ങനെ. എന്റെ കൊറേ കളർ കൊടുക്കാണ്ട് എന്താണ് ഒരു ഡോണറ്റ് ആയ അവളില്ലേ കൊറേ കളർ വേണ്ട. ആകെ കൊടുത്തത് ഇത്തിരി കളറ്. എന്റെ അത് ഒന്നിങ്ങനെ അങ്ങനെ കിട്ടും. പിന്നെ നിന്നെ പോലെ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു നമുക്ക് രണ്ടാക്കാം അവക്കാടോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലത്തെ അങ്ങനെ രസം ഉണ്ടാവും. അത് വെട്ടിയെടുക്കുമ്പോ കറക്റ്റ് ആവും. കാരണം ഉള്ളിലത്തെ ബോർഡർ വെച്ചപ്പോ ഒന്ന് ഞാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യും. കുറെ നേരെ അവളില്ലേ സ്ക്വിഡ് ഗെയിം ഫസ്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് സ്ക്വിഡ് ഗെയിം കളിക്കാന്ന് തന്നെ പറഞ്ഞുള്ളൂ. അപ്പത്തേക്ക് അവള് ശരി സ്ക്വിഡ് ഗെയിം പറഞ്ഞിട്ട് സ്ക്വിഡ് ഗെയിം തീം വരയ്ക്കാൻ വയ്ക്കുക. എന്നിട്ട് ഞങ്ങളെ ഫസ്റ്റ് സ്ക്വിഡ് ഗെയിം ആയിരിക്കുന്നത്. ഈ സ്ക്വിഡ് ഗെയിമല്ലേ വരയ്ക്കേണ്ടി. ഗായ്സ് എന്റെ വരച്ചു കഴിഞ്ഞു. ഇത് റൗണ്ട് കൂടിപ്പോയി. അത് വെട്ടിയെടുക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്കിപ്പോ വെട്ടിയെടുക്കാം. ഞാൻ ഇത് വെച്ചിട്ട് വെട്ടിയെടുക്കാം. നമ്മൾ പേപ്പർ രണ്ടാക്കിയിട്ട് എന്താ പറയുക, രണ്ട് ഭാഗം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര മടക്കിയത്. മടക്കണം, എന്നാലും രണ്ട് ഭാഗം കിട്ടണം. എന്നാലും സ്കുഷിയാവും. അയ്യോ എന്റെ മായ്ച്ചില്ല. പെൻസിലും കൊണ്ട് ബോർഡർ വെച്ചു. അതൊക്കെ ഞാൻ ബ്ലാക്ക് ഞാൻ ലാസ്റ്റ് ഇനി വേണ്ടല്ലേ പകുതിയിൽ വെച്ച് മായ്ക്കലും ഉണ്ട്. അല്ല നമ്മള് നേരത്തെ ബോർഡർ സ്കെച്ചിങ് കൊടുത്തില്ല. വൃത്തി വേണ്ട. അപ്പൊ അതൊക്കെ മായ്ക്കണ്ടേ. സ്കെച്ചിങ് കൊടുത്ത് അതല്ല തിരി അങ്ങോട്ട് കൊളായിട്ട് അങ്ങോട്ട് കൊളായല്ല. അത് ഞാൻ വെട്ടിയപ്പോ ആ റൗണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ റൗണ്ട് കറക്റ്റ് കേറി പോയതൊന്നും ആ റൗണ്ട് ഒന്ന് ഇളക്കി. അത് ഞാൻ കറക്റ്റ് എന്റെ കറക്റ്റ് കിട്ടി. രണ്ടെണ്ണം. ഇനി ഗൈസ് ഇതിന് ചുറ്റും സെല്ലോ ടാപ്പ് കൊടുത്തു. നമ്മുടെ ടാസ്ക് ആണ്. കറക്റ്റ് അവക്കാണ് ഗൈസ് എന്റെ ഓണത്തിനുണ്ട്. ഇനി ഇതിന്റെ നടുക്കത്ത് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പൊ ഗൈസ് നമുക്ക് വെട്ടിയിട്ട് കാണാം.
അപ്പൊ ഗൈസ് ഇനി നമ്മള് വെട്ടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് സെലോ ടാപ്പ് ഒട്ടിക്കണം. എസ്പിന്റെ അനി അവിടെ നിന്ന് സുഖമായി വരയ്ക്കുന്നു. ഇത് ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ. അരി പണിപ്പാളി കിട്ടും പോയേനെ സമാധാനമായി. ഇവിടെ ഏത് ലോകത്ത് നീ അങ്ങനെ ഒട്ടിക്കുന്നു എന്താ ബോഡിയുണ്ട്. എന്നിട്ട് എന്റെ കൈ ഒട്ടിക്കാം. ആ ശരി ഒട്ടിച്ചു. ഞാൻ എന്റെ വയറ്റിന് ഒട്ടിക്കാം. നമ്മൾ ഒട്ടിക്കുന്നുണ്ട് ഗൈസ്. കൊതുണ്ട് ഗൈസ് ഇവിടെ നല്ലോണം. രാത്രിയെ വീഡിയോ എടുക്കുന്നു. രാവിലെ ഇത് എന്ത് കാരണം അറിയാം വീഡിയോ എടുക്കുന്നത്? ഞങ്ങൾ വെറുതെ എന്താ പറയാ സ്കൂഷി ഉണ്ടാക്കാ വിചാരിച്ചു. ഞാൻ ക്രാഫ്റ്റ് അയച്ചത് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് സ്കൂഷി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇടി പോണ്ടടി ഇന്ന് പോണ്ടടി ഞങ്ങൾ പൊടി ഞാൻ ഉണ്ടാക്കണം. അപ്പൊ പറഞ്ഞു ശരി ഉണ്ടാക്കാം. അപ്പൊ എന്റെ താത്ത പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം, എന്തായാലും ഉണ്ടാക്കുകയല്ലേ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ശരി വീഡിയോ എടുക്കാം. അങ്ങനെയാണ് ഈ വീഡിയോ. അവളെന്റെ ലോങ് സ്റ്റോറി ഫുള്ളും പറഞ്ഞില്ലേ കണ്ടു നിൽക്കുന്നത്. ഇങ്ങനെ ടാപ്പ് ഒട്ടിക്കാൻ പകുതി കഴിഞ്ഞു, ഒട്ടിച്ച് കഴിഞ്ഞു. ഇതൊന്ന് പേർത്തി എടുക്കണം. അത് ഒരു ടാസ്ക്. എനിക്ക് അവളുടെ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഇത്തിരി വലിയ ടാപ്പ് ആണിച്ചാ ഇത് 2 ഒട്ടിച്ചാൽ തന്നെ ഇത് ഫില്ലാവും. ഞങ്ങളുടെ വലിയ ടാപ്പ് അല്ല, അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചു. ഇങ്ങനെ ഒട്ടിക്കാം. നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചാൽ ബാക്കി എക്സസ് വന്നില്ല. നമ്മൾ വെട്ടിക്കളയുക. പകരം ബാക്കിലൊരു വേറെ പീസ് വെച്ചിട്ട് അതിന്റെ സൈഡ് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്റെ ഒട്ടിച്ച് ഞാൻ അതവിടെ ഫുള്ള് ഒട്ടിച്ച് കവർ ചെയ്ത് അതിന്റെ ഇത്തിരി പോഷൻ മാത്രം നമ്മള് ഇവിടെ ഫുള്ള് ഞാൻ ഒട്ടിച്ചതാ. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മളെല്ലാതും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഫില്ല് ചെയ്യാൻ, നമ്മള് പഞ്ഞി ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളല്ലേ ഇവിടെ വാണി ഒട്ടിച്ചാൽ മതി. എന്താ വെച്ചാൽ ഇതൊരു വെള്ളമായാലും അത്രയ്ക്ക് ആവുന്നില്ല. അതായത് നമ്മൾ സ്കെച്ച് ചെയ്തൊന്നും പരക്കില്ല. അതുമല്ല ബാക്കിലും ആക്കണത് ഞങ്ങളാക്കില്ല. വലിയ ടാപ്പാണ് നമുക്ക് സുഖമായിട്ട് ഒട്ടിക്കാം. ഇത് ഞങ്ങളെ ചെറിയ ടാപ്പ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ കഷ്ടപ്പെടുന്നത്. അപ്പോ നമുക്ക് പഞ്ഞി ഫില്ല് ചെയ്യാം. ഞങ്ങള് പഞ്ഞിയല്ല എടുക്കുന്നത്, സ്പോഞ്ചാണ് എടുക്കുന്നത്. സ്ലേറ്റ് വയ്ക്കുന്നത്. ഈ പഞ്ഞി ഒരു കാര്യം പറയട്ടെ ഗൈസ്, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഈ പഞ്ഞി നമ്മൾ കൂടുതൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് സ്കുഷില്ലേ അത് അമരില്ല. അത് അമരില്ല. എന്താ വെച്ചാൽ നല്ല കട്ടിയാവും. നമ്മൾ സ്പോഞ്ച് കുഞ്ഞു 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 പീസൊക്കെ എൻ്റെ ഉള്ളിൽ ഇട്ടാൽ നന്നായി സ്കുഷി പോലെ ഇങ്ങനെ എങ്ങനെ വെച്ചാ നമ്മൾ ഫസ്റ്റ് ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ കട്ടി. ഓക്കെ, ഇനി ഇതിനെയും കുഞ്ഞു കുഞ്ഞു പീസാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇത് ഫില്ല് ചെയ്യണ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് മുറിക്കാതെ ഫില്ല് ചെയ്യും, ലാസ്റ്റ് മുറിക്കാൻ നോക്കും. ഞാൻ കുറച്ചൊക്കെ മുറിച്ചു. ഒത്തിരി ചവിട്ടില്ല. അല്ല മാറിപ്പോയി നിങ്ങളല്ല, നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങളെ ഞങ്ങൾ ചവിട്ടും. ഞാൻ ചവിട്ടില്ല. പൊടി ഉണ്ട് എന്താ കൈസ് ഇങ്ങനെ അപ്പൊ ഗൈസ് ഞങ്ങളുടെ അനിയന്മാരൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മിസ്സസ് റയാൻ. സോറി, അവൻ ഗേളല്ല, ബോയാണ്. പാവം റയാൻ ബോയിനെ അവള് ഗേള. റയാനാവും. റയാന നല്ല പേരില്ലേ? ഇതുണ്ടോ ഇഷ്ടപ്പെട്ടില്ല. നമ്മള് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 ആക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാനും ഇവിടെ ചെയ്തിട്ടിരിക്കാണ് ഗൈസ്. ഞാനും ഇങ്ങനെ കുത്തി കുത്തി ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോലെ ശരിക്കും കുറെ സ്പോഞ്ച് വേണല്ലേ. ഞങ്ങള് കുഞ്ഞു 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 അത്ര അധികം പാടില്ല, അതാണ് പ്രശ്നം. ഇവിടെ എന്റെ ഓട്ടയായി. ഞാനൊക്കെ ലാസ്റ്റ് ഒട്ടിച്ചു. ഫുള്ള് ഓട്ടതാണ്ടോ? അതാ പോയി ഗൈസ്. എന്റെ പഠിക്കൊന്നും അറിയാൻ പറ്റില്ല. ഗൈസ് എന്റെ ഫുള്ള് പണി പാളി വീണു. പണി കിട്ടി ഗൈസ്. ഇല്ല അവളുടെ കാഴ്ച ഏത് പോയി അമ്പാനിയോ മാറി
ഏത് വൈകു ദാരിദ്ര്യം എന്തോ നമ്മള് ഒട്ടിക്കാം. എന്റെ ഞാൻ എക്സസ് വന്നതിന് ഒട്ടിക്കോ, വേറെ പീസും ഒട്ടിക്കാം. എന്റെ ആദ്യം ഓട്ടയും ആദ്യന്റെ ഉപ്പ് വന്നു. അപ്പൊ വിളിക്കാണ് ഞാൻ ആദ്യം ഒപ്പം പറഞ്ഞു. ഞാനൊരു ചെറിയ തുണി സലഡ കൂടെ ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് മനസ്സിലായെന്ന് വിചാരിച്ചു. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ള് ഡീറ്റെയിൽ ആയി അല്ലെങ്കിൽ നമ്മള് വേറൊരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്യാം മനസ്സിലായോ മനസ്സിലായില്ലേ എന്ന്. നമ്മുടെ നെസ്മിന്റെ വീഡിയോ അതിന്റെ ഞാൻ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം റെഡി. ഞങ്ങൾ ഇതേമാതിരി കുറെ പെയിന്റിംഗ് ഒക്കെ ചെയ്യും ഗൈസ്. ഇവര് ഓരോന്ന് വന്ന് റബ്ബർ തരുമോ കട്ടർ തരുമോ സ്കെച്ച് തരുമോ. എന്റെ റെഡി ആയി പെട്ട് എന്റെ റെഡിയില്ല. നമുക്ക് അഡ്ജസ്റ്റ് ആണ് അതിന്റെ കറക്റ്റ് ആണ് ഗൈസ്. എസ്പിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഗൈസ്. എന്റെയും കറക്റ്റ് ഗൈസ്. ഗൈസ് നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞു. എന്റെ സ്പോഞ്ച് ഞാൻ അങ്ങനത്തെ ഞാൻ അവിടെ പറഞ്ഞു അതൊന്നും ചെയ്യണ്ടാന്ന്. ഇതാ അല്ല നല്ല അമ്മനുണ്ട്, നല്ല സുഖമുണ്ട് ഗൈസ്. നിങ്ങള് ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ്. അപ്പൊ ഗൈസ് ഇനി ഇതിന്റെ ഇത് പാർട്ട് 1 ആണ്. ഇനി ഇതിന്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അതെ ഞാൻ അതും ചിലപ്പോഴല്ല എന്തായാലും വരും. നമ്മൾക്ക് ഇന്ന് സ്കൂളുണ്ട്, അതായത് കൊണ്ട് നമ്മൾ രാത്രി എടുക്കാനുള്ള മെയിൻ കാരണം വെച്ചാൽ സംഭവമൊന്നുമില്ല അപ്പൊ എന്റെ നല്ല പെർഫെക്റ്റ് ആയി റെഡി ഉണ്ട്. ഗൈസ് നമ്മള് സൺഡേ സ്കൂളില്ലാത്ത ദിവസങ്ങളാണ് വീഡിയോ എടുക്കുമ്പോ രാവിലെ ഒക്കെ എടുക്കുക. അല്ലാത്ത ദിവസവും നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗൈസ് ഇവിടെ ആരെന്തൊക്കെയോ കത്തിക്കുന്നത്. നമ്മള് ഗൈസ് ഞങ്ങളുടെ പേപ്പർ കത്തിച്ചൊരു കള്ളൻ ആർട്ട് ചെയ്യാൻ വീഡിയോ ഒക്കെ കാണാൻ ടാബ് നോക്കി ഓരോന്ന് പഠിക്കുന്നു ഗൈസ്. ഗൈസ് ഇപ്പൊ വിചാരിച്ചു വരില്ല, വിചാരിച്ചു അവൻ വേറെ വല്ല എന്തെങ്കിലും അവന് നല്ല ചീത്ത പറഞ്ഞു ഗൈസ്. എ4 ഷീറ്റ് കൊടുക്കില്ല പറഞ്ഞിട്ട് നല്ല ചീത്ത പറഞ്ഞു. അത് നന്നായി വരയ്ക്കുന്നു ഗൈസ്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ കാട്ടിയും എത്ര ബെറ്റർ ആണ് അവൻ വരച്ചത്. നല്ല ചന്തുണ്ട്, ഇവിടെ ടാബ് നോക്കിയിട്ട് ഇവിടെ വരയ്ക്കാം. നല്ല രസമുണ്ട് ഗൈസ്. ഇത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടൂല.